ശബരിമല സ്വർണ്ണമോഷണം കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസിൽ അന്താരാഷ്ട്ര പുരാവസ്തു കടത്തുകാരുടെ പങ്ക് നിർണായകമായി പുറത്തു കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല. ശബരിമലയിലെ ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്തർദേശീയ മാനങ്ങളുള്ള ഒരു കേസായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടത്തുന്നതാണ് ഉചിതമെന്നാണ് ഇപ്പോൾ ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര മാനങ്ങളുള്ള കേസാകുമ്പോൾ SITക്ക് മാത്രമേ അന്വേഷണം നടത്താൻ കഴിയാത്ത ചില പരിമിതികളുണ്ട്. ഉന്നതന്മാരിലേക്ക് കേസുകൾ പോകുന്നു എന്നതാണ് CPMനെ ഭയപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുള്ള കേസായതുകൊണ്ടാണ് ഈ കേസിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താൻ ഗവൺമെൻറ് തന്നെ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെയും ലോകത്തെയും കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു നിർണായകമായ കേസാണിത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ച ദേവസ്വം ബോർഡിൻ്റെ അഹങ്കാരവും ധൂർത്തുമടങ്ങിയ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി പുറത്തു വന്നു. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണമായി മുന്നോട്ട് പോകണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തം തന്നെയാണ്. സുഭാഷ് കപൂർ എന്ന ഇന്റർനാഷണൽ സ്മഗ്ലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി കോടതി ചോദിച്ചതൊക്കെ അവളുടെ ശരിയായിരുന്നു. കോടതിയുടെ സംശയങ്ങളൊക്കെ അവളുടെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൊണ്ട് മാത്രം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകില്ല എന്ന് വ്യക്തമാണ്. അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് ഇതിൽ CBI അന്വേഷണം വേണ്ടിവരുമെന്നത് വളരെ വ്യക്തം. ഒരു കാര്യം വ്യക്തമാണ്, സ്വർണ്ണമോഷണത്തിന് പിന്നിൽ വലിയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗൂഢസംഘത്തിന് കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി നല്ല ബന്ധമുണ്ട്. വലിയ ആസൂത്രിതമായ ഗൂഢാലോചന പിന്നിലുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് രമേശ് ചെന്നിത്തല.